ഹലോ ഡിയേഴ്സ്, ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 പുതിയ ബുക്കാണ് അല്ലേ. 2024 മാറിയ ന്യൂ സിലബസ് ആണ്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടൊക്കെ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ് എടുത്തത്? ദ ഡോട്ട്. എന്താണ്? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ് us see. എന്താണ് ഇവിടെ ഒരു സ്റ്റോറിയാണ്, ഒരു കുട്ടീൻ്റെ അല്ലെ, ഒരു ചെറിയ കുട്ടീൻ്റെ ഒരു സ്റ്റോറിയാണ് അല്ലേ. അവൾ വിചാരിക്കുന്ന എന്താണ്, അവൾക്ക് എന്താണ് ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ കഴിയില്ല എന്നാണ് അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ കഴിയുന്നു? നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ഇതാണ് കണ്ടോ, ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. എന്താണ് ആർട്ട് ക്ലാസ് ആണ് അല്ലേ, ആർട്ടായിരുന്നു ആ ക്ലാസ് പീരീഡ് അല്ലേ. അപ്പം അത് കഴിഞ്ഞു. ബട്ട് വഷ്ടി സാറ്റ് ഗ്ലോഡ് ടു ഹെർ ചെയർ. എന്താണ് വഷ്ടി എന്ന് പറഞ്ഞാൽ ആ ഗേൾ എന്താണ് ഭയങ്കര വിഷമത്തോട് സാഡായിട്ട് അവളുടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ. ഹെർ പേപ്പർ വാസ് ബ്ലാക്ക്. അവളുടെ പേപ്പർ എന്താണ് കാലിയാണ്, ഒന്നും വരച്ചിട്ടൊന്നുമില്ല അല്ലേ. വഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. എന്താണ് വഷ്ടീൻ്റെ ടീച്ചർ എന്താക്കി, അവളുടെ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കി അല്ലേ. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ് അല്ലേ. അപ്പോൾ എന്താ, ഒരു പോളാർ ബിയർ, സ്നോ സ്റ്റോമിൽ പോളാർ ബിയർ ഉണ്ടല്ലോ എന്ന് ആ ടീച്ചർ പറഞ്ഞില്ലേ. വെരി ഫണ്ണി. ഐ ജസ്റ്റ് കാൺ ഡ്രോ. എന്താണ് ഫണ്ണിയാണ് അല്ലേ, ഞാൻ ജസ്റ്റ് എനിക്ക് വരയ്ക്കാനൊന്നും കഴിയില്ല അല്ലേ, എനിക്കൊന്നും വരയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഹർ ടീച്ചർ സ്മൈൽഡ്. അപ്പോൾ ടീച്ചർ പുഞ്ചിരിച്ചില്ലേ. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. എന്താണ് ജസ്റ്റ് മേക്ക് എ മാർക്ക്, ഒരു മാർക്ക് ഉണ്ടാക്കുക, ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക എന്ന് പറഞ്ഞില്ലേ. എവിടെയാണിത് എടുക്കുന്നതെന്ന്, നീ എടുക്കുന്നത് എവിടെയാണെന്ന് ഒന്ന് കാണുമെന്ന് പറഞ്ഞില്ലേ. അതായത് പേപ്പറിൽ ഒരു അടയാളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് നോക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. അപ്പോൾ വഷ്ടി എന്താക്കി, ഗ്രാബ്ഡ് എ മാർക്കറിൽ ഒരു മാർക്കർ പിടിച്ച് പേപ്പറിന് നല്ല ശക്തമായി ഇങ്ങനെ അങ്ങോട്ട് പേപ്പറിനെ ഒരു സ്ട്രോങ് ജാബ് അല്ലേ, നല്ലൊരു കുലുക്കൊക്കെ കുലുക്കില്ലേ, ദർ അവിടെ എന്നും പറഞ്ഞില്ലേ. അപ്പോൾ എന്തായി, ഹർ ടീച്ചർ പിക്ക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. She pushed the paper towards Vashti and quietly said, "No sign it." അപ്പോൾ ടീച്ചർ എന്താക്കി, അവളുടെ ടീച്ചർ എന്താക്കി, പേപ്പർ എടുത്ത് ശ്രദ്ധാപൂർവ്വം അതിൽ നോക്കിയില്ലേ പറഞ്ഞില്ലേ. അവൾ ആ പേപ്പർ എന്താക്കി, ടീച്ചർ എന്താക്കി, വഷ്ടിക്ക് നേരെ നീട്ടിയിട്ട് നിശബ്ദമായിട്ട് പറഞ്ഞ്, ഇനി ഒപ്പിട, നൗ സൈൻ ഇറ്റ്. ഇതെന്താ ഒപ്പിടുന്ന് പറഞ്ഞില്ലേ. വഷ്ടി തോട്ട് ഫോർ എ മൊമെന്റ്. വഷ്ടി കുറച്ച് നേരം ചിന്തിച്ചില്ലേ. വെൽ മേ ബി ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എന്താണ് എനിക്ക് വരയ്ക്കാൻ കഴിയില്ല അല്ലേ, വരയ്ക്കാൻ കഴിയില്ല എന്താണ്, പക്ഷെ എൻ്റെ പേരിൽ എനിക്ക് ഒപ്പിടാൻ കഴിയുമെന്ന് അവൾ പറഞ്ഞില്ലേ. ദ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. വഷ്ടി എന്താക്കി, അടുത്ത ദിവസം എന്താക്കി, വഷ്ടി ആർട്ട് ക്ലാസ്സിലേക്ക് വന്നില്ല. അടുത്ത ആഴ്ച ആയിരുന്നു ആർട്ട് ക്ലാസ്. അപ്പോൾ അടുത്ത ആഴ്ച അവൾ എന്താക്കി, ആർട്ട് ക്ലാസ്സിലേക്ക് വന്നു. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് അബോവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്, ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്. എന്താണ് വന്നപ്പോൾ ടീച്ചറുടെ മേശേൻ്റെ മുകളിലായിട്ട് എന്താണ് ചുമരുമ്പോൾ എന്താ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ നെട്ടി. എന്തായിരുന്നത്, അവൾ വരച്ച ചെറിയ ഡോട്ടായിരുന്നു അല്ലേ, അത് അവളുടെ ഡോട്ട്, ഹെർ ഡോട്ട്. എല്ലാം എന്താണ് ഫ്രെയിം ചെയ്യുക, സ്വേർലി ഗോൾഡ് അല്ലേ, എന്താണ് എല്ലാം സ്വർണം കൊണ്ട് ഫ്രെയിം ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവൾ പറയാം, I can make a better dot than that. She opened her set of watercolor and set to work. അപ്പോൾ എന്താക്കി, നല്ലൊരു ഡോട്ട് അല്ലേ, അതിനേക്കാൾ നല്ലൊരു ഡോട്ട് എനിക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് എന്താക്കി, അവളുടെ വാട്ടർ കളർ സെറ്റ് തുറന്ന് അവൾ ജോലി ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അവൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അവൾ ഡോട്ട് ഇട്ടപ്പോൾ ടീച്ചർ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചപ്പോൾ എന്തായി, അതിലേറ്റവും നല്ല ഡോട്ട് എനിക്ക് വരയ്ക്കാൻ കഴിയുമെന്നും പറഞ്ഞിട്ട് എന്താക്കി, അവളെന്താക്കി, അവളുടെ വർക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ, വാട്ടർ കളർ എടുത്തിട്ട് അല്ലേ. വഷ്ടി പെയിന്റഡ് എ റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, ബ്ലൂ ഡോട്ട്. ദ ബ്ലൂ മിക്സഡ് വിത്ത് ദ യെല്ലോ. ഷീ discovered that she could make a green dot. Vashti kept experimenting with lots of little dots in many colors. അപ്പോൾ വഷ്ടി എന്താക്കി, പെയിന്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. വഷ്ടി എന്താണ്, റെഡ് ഡോട്ട് വരച്ചു, പിന്നെ പർപ്പിൾ കളറിനോട് ഡോട്ട് ഇട്ടു, യെല്ലോ ഡോട്ട് ഇട്ടു, ബ്ലൂ ഡോട്ട് ഇട്ടു അല്ലേ, ആ കളറിനോടൊക്കെ ഡോട്ട് ഇട്ടു. ബ്ലൂ മിക്സഡ് വിത്ത് ദ യെല്ലോ, ബ്ലൂ എന്താ യെല്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഡോട്ട് ഇട്ടു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. എന്താക്കി, അവൾക്ക് ഒരു ഗ്രീൻ ഡോട്ട് എന്താണ് കണ്ടുപിടിക്കാനും കഴിഞ്ഞ്. വഷ്ടി kept experimenting with lots of little dots in many colors. എന്താണ് അവൾ എന്താക്കി, എക്സ്പെരിമെന്റ് ചെയ്തില്ലേ, ഒരുപാട് ഡോട്ട്സ് ഉണ്ടാക്കി പല കളേഴ്സിനോടും. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ്, എനിക്ക് എന്താണ് പുതിയ
ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എന്താണ് ചെറിയ ഡോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്താണ് എനിക്ക് വലിയ ഡോട്ടും ഉണ്ടാക്കാന്ന് അവൾ പറഞ്ഞില്ലേ. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. വഷ്ടി എന്താക്കി അവളുടെ കളർ വെച്ചിട്ട് വലിയ ബ്രഷ് എടുത്തിട്ട് എന്താക്കി വലിയ പേപ്പറിൽ വലിയ ഡോട്ട്സ് ഒക്കെ ഇടാൻ തുടങ്ങി അല്ലേ. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിന്റിങ് എ ഡോട്ട്. എന്താണ് വഷ്ടി എന്താണ് ഒരു ഡോട്ട് ഉണ്ടാക്കി ഇട്ടതാണ് അല്ലേ. അതെന്താണ് പെയിന്റ് എ ഡോട്ട് അല്ലെ, നോട്ട് പെയിന്റിങ് എ ഡോട്ട്. എന്താണ് വഷ്ടി എന്താണ് വഷ്ടി പോലും ഒരു ഡോട്ട് വരയ്ക്കാതെ ഒരു കുത്തുണ്ടാക്കി അല്ലേ. അപ്പൊ എന്താണ് അവന് ഒരു പെയിന്റ് ഡോട്ട് വരയ്ക്കാതെ തന്നെ എന്താണ് പെയിന്റ് ചെയ്തിട്ട് ഡോട്ട് ഉണ്ടാക്കി. ദെൻ at the school art show a few weeks later, Vashti's dot made quite a splash. എന്താണ് സ്കൂൾ ആർട്ട് ഷോ ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ആഴ്ചക്ക് ശേഷം അല്ലേ. വഷ്ടീസ് ഡോട്ട് മെയ്ഡ് എ ക്വൈറ്റ് സ്പ്ലാഷ്. എന്താണ് അവളുടെ ആ ഡോട്ട് വഷ്ടീസ് ഡോട്ട് എന്താക്കി നല്ലൊരു സ്പ്ലാഷ് അല്ലേ, ക്വൈറ്റ് സ്പ്ലാഷ് ആയി. എന്താണ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം സ്കൂളിലെ കലാപരിപാടിയിൽ വഷ്ടിയുടെ കുത്തുകളേറെ ശ്രദ്ധേയമായി അല്ലേ. എല്ലാവർക്കും അവള് അത് ശ്രദ്ധേയമായി, എല്ലാവരും അത് നോട്ട് ചെയ്തു അല്ലേ. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹർ അല്ലെ. വഷ്ടി എന്താക്കി ഒരു ബോയ് എന്താണ് അവളെ തന്നെ ഉറ്റു നോക്കുന്നത് വഷ്ടി ശ്രദ്ധിച്ചു അല്ലെ. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എന്താണ് ശരിക്കും ഒരു മികച്ച കലാകാരിയാ നിങ്ങൾ അല്ലെ. ഐ വിഷ് ഐ കുഡ് ഡ്രോ ഹീ സെഡ്. അപ്പൊ എന്താ അവൻ പറഞ്ഞത് എന്താണ് എനിക്കും വരയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറയാണല്ലേ. ഐ ബെറ്റ് യു ക്യാൻ സെഡ് വഷ്ടി. ഞാൻ ബെറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്നു അല്ലേ. മീ നോ അറിഞ്ഞില്ല എനിക്കും അല്ല നോട്ടായി ഇല്ല. ഐ കാൻ ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്താണ് എനിക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാണ് അല്ലേ. ദെൻ വഷ്ടി സ്മൈൽഡ്. അപ്പൊ വഷ്ടി പുഞ്ചിരിച്ചില്ലേ. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അവൾ എന്താക്കി ഒരു ബ്ലാങ്ക് ഷീറ്റ് എന്താക്കി ആ കുട്ടിക്ക് കൊടുത്തു. ഷോ മീ കാണിക്കുകയായിരുന്നു. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അപ്പൊ എന്താക്കി ബോയിന്റെ പെൻസിൽ എന്താക്കി ആ ഒരു അവന്റെ ലൈൻ എന്താക്കി അതിൽ ഇങ്ങനെ കുത്തി വരച്ചു അല്ലേ. വഷ്ടി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് സ്ക്യുഗിൾ ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. അപ്പോൾ വഷ്ടി എന്താക്കി വഷ്ടി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് സ്ക്യുഗിൾ. ആ ബോയ് വരച്ച ആ ചിത്രത്തിലേക്ക് ആ വഷ്ടി എന്താക്കി നന്നായി നോക്കിയില്ലേ. എന്നിട്ട് എന്താക്കി അവൾ പറഞ്ഞു എന്താണ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. എന്താണ് സൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ. അവളോട് ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ അവൾ എന്താക്കി ആ കുട്ടീനോടും പറഞ്ഞില്ലേ. ദെൻ ഇതാരാണ് അബൌട്ട് ദ ഓദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ആണ്. ലൈസ് എ കനേഡിയൻ ഓദറാണ് ആൻഡ് ഇലിസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക് അല്ലേ. ചിൽഡ്രൻസ് ബുക്കൊക്കെ എഴുതുന്ന ആളാണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷൻ മീഡിയ കമ്പനീൻ്റെ ഫൗണ്ടറും ആണ് അല്ലേ. ഫേബിൾ വിഷ്യൻ്റെ. റെയ്നോൾഡ്സ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്ക് അബൌട്ട് ഓതന്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഇതിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. ഓക്കെ. ദെൻ എന്താണ് ബ്ലാങ്ക് പറഞ്ഞാൽ എം ടി അല്ലേ, കാലിയായുള്ളതാണ്. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ന്യൂ ഓർ ഡിഫറെന്റ് മെത്തേഡ് ഓർ ഐഡിയ അല്ലേ. പരീക്ഷണം എന്നൊക്കെ അല്ലേ. ഗേസ് ടു ലുക്ക് സ്റ്റഡിലി, ഗ്ലൂ ടു സ്റ്റിക്ക് ഫേംലി ടു സംതിങ്, ജാബ് എ ഫോഴ്സ്ഫുൾ സ്പോക്ക് ഓർ പുഷ്, റൂളർ എ സ്ട്രെയിറ്റ് എഡ്ജ് യൂസ്ഡ് ടു മെഷർ ഓർ ഡ്രോ ലൈൻ, സ്കെയിലിന് റൂളർ എന്ന് പറയാം. ഓക്കെ. സ്പ്ലാഷ് എന്താണ് ടു കോസ് സ്കാറ്റർ ആൻഡ് സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാവരും ശ്രദ്ധിച്ചു എന്നല്ലേ. സ്ക്യുഗിൾ എ കർവി ലൈൻ. പിന്നെ swirly having a spiral pattern. Okay, let's explore the story. Why was Vashti sad? എന്തുകൊണ്ടാണ് വഷ്ടി സാഡ് ആയത്? Why was Vashti sad എന്നായിരുന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പം എന്താ Vashti was sad because she believed she couldn't draw and felt inadequate in art class അല്ലേ. അവൾ വിചാരിച്ച അവൾക്ക് വരയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ ഇരുന്ന് അവൾ വിചാരിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് സാഡ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What did the teacher ask Vashti to do after she had drawn the picture of a dot? What did the teacher ask? എന്താണ് ടീച്ചർ ചോദിച്ചത് വഷ്ടിനോട്? വഷ്ടി എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞത് അല്ലേ. After she had drawn the picture of a dot, she had drawn the എന്താണ് ഒരു ഡോട്ടിൽ ചിത്രം വരച്ചതിന് ശേഷം ടീച്ചർ വഷ്ടിയോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചത് അല്ലെ. ആഫ്റ്റർ വഷ്ടി ഡ്രൂ ദ ഡോട്ട് അല്ലെ, ചിത്രം വരച്ചതിന് ശേഷം ഹെർ ടീച്ചർ ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ നെയിം ഓൺ ദ ഡ്രോയിങ്. എന്താണ് ടീച്ചർ അവളുടെ ഡ്രോയിങ്ങിൽ അവളുടെ പേര് എന്താണ് ഒപ്പിടാൻ പറഞ്ഞില്ലേ. അവളുടെ പേരോട് കൂടിയുള്ള ഒപ്പിടാനാണ് പറഞ്ഞത് അല്ലെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് വഷ്ടിസ് ടീച്ചർ ടു ഡു വിത്ത് ഹെർ പിക്ചർ? ടീച്ചർ എന്താ ചെയ്തത് അവളുടെ പിക്ചർ വെച്ചിട്ട് എന്താണ് ചെയ്തത് ടീച്ചർ? ഇപ്പൊ ടീച്ചർ എന്താ ചെയ്തത്? ടീച്ചർ ഫ്രെയിംഡ് വഷ്ടീസ് പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് അബവ് ഹെർ ഡെസ്ക് അല്ലെ.
ടീച്ചർ എന്താക്കി അവളുടെ വഷ്ടീൻ്റെ ചിത്രം എടുത്തിട്ട് എന്താക്കി ഫ്രെയിം ചെയ്തു അല്ലേ. എന്നിട്ട് എന്താക്കി ടീച്ചർ ഡെസ്കിൻ്റെ മേലെ തൂക്കിയിട്ട്. വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്തുകൊണ്ടാണ് വഷ്ടി ചിന്തിച്ചത് ഇതിലും നല്ല ഡോട്ട് ഇടാൻ എനിക്ക് കഴിയുന്ന അവൾ എന്തുകൊണ്ടാണ് വിചാരിച്ചതെന്ന്? വഷ്ടി തോട്ട് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട് ബിക്കോസ് സീയിങ് ഹെർ ഡോട്ട് ഡിസ്പ്ലേഡ് ഗേവ് ഹെർ കോൺഫിഡൻസ്. എന്താണ് അവളങ്ങനെ വിചാരിക്കാൻ കാരണം? എന്താണ് ആ ഡോട്ട് അവിടെ തൂക്കിയിട്ട് കണ്ടപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടി അല്ലേ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിച്ചത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി എന്താക്കി ആ ബോയിനോട് പറഞ്ഞ ആ ചിത്രത്തിൽ സൈൻ ചെയ്യാൻ പറഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ജസ്റ്റ് ആസ് ഹർ ടീച്ചർ ഹാഡ് എൻകറേജ് ഹെർ അല്ലേ. വഷ്ടി എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്താ കാരണം? വഷ്ടി ബോയിനോട് സൈൻ ചെയ്യാൻ പറഞ്ഞ അവനെ എൻകറേജ് ചെയ്യിക്കാനാണ് അല്ലേ, പ്രോത്സാഹിപ്പിച്ചതാണ് അല്ലേ. ജസ്റ്റ് ആസ് ഹർ ടീച്ചർ ഹാഡ് എൻകറേജ് ഹെർ. ടീച്ചർ അവളെ എൻകറേജ് ചെയ്ത പോലെ വഷ്ടി ആ ബോയിനെ പ്രോത്സാഹിപ്പിച്ചതാണ് അല്ലേ. വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ഇനി അടുത്ത് ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക? ദ ബോയ് വിൽ ഫീൽ മോർ കോൺഫിഡൻസ് ആൻഡ് മൈറ്റ് സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ് വിത്ത് ഡ്രോയിങ് മോർ ലൈൻസ് ആൻഡ് ഷേപ്സ് അല്ലേ. അപ്പൊ ബോയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കും? ഇങ്ങനെ കുറെ ലൈൻസും ഷേപ്പും ഒക്കെ വരയ്ക്കാൻ തുടങ്ങും അല്ലേ. അതാണ് ആ ബോയ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്കും പല കഴിവുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ടീച്ചർ അടുത്ത ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്